ഇനി നാട് വാഴുന്നവരും കാട് വാഴുന്നവരും നേർക്കുനേർ വരുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഹ്യന്റെ മക്കൾ 3 പേർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ശ്രീ കെ വിജയദാസ് സർ, ഇപ്പോ ടി വിയിലും പത്രങ്ങളിലെല്ലാം വാർത്തയുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ആനകൾ സകുടുംബം ഇറങ്ങി നേരെ ഇവിടെ എത്തിയിരിക്കുകയാണ്. പാലക്കാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കോങ്ങാട് മണ്ഡലം, ബാലാട്ടിന്റെ തരൂർ മണ്ഡലം, ഇപ്പൊ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കൂടി ഭാരതപ്പുഴയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ആനകൾ. ഇത്രയും ഗൗരവമായ വിഷയങ്ങളാണ് സാർ ഇപ്പൊ അവിടെ. കാട്ടാനകളുടെ ശല്യം സഹിക്കാൻ പറ്റില്ല സാർ. കാട്ടാന ശല്യം നേരിടുന്നതിനായി നിയോഗിക്കപ്പെടുന്ന RRT സ്ക്വാഡ് ഉണ്ട്. ആ RRT സ്ക്വാഡിന് മതിയായ വാഹനങ്ങളില്ല, ആയുധങ്ങളില്ല, ഉപകരണങ്ങളില്ല. അംഗസംഖ്യ വളരെ പരിമിതമാണ്. ഇത് വർദ്ധിപ്പിക്കുമോ? അവർക്ക് ആവശ്യമായിട്ടുള്ള വാഹനം, ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ കൊടുത്ത് അവയെ മെരുക്കുന്നതിനും തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വനം വകുപ്പ് തയ്യാറാകുമോ? ഇതാണ് എൻ്റെ ചോദ്യം. മെമ്പർ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ ഗായത്രി പുഴ വരെ ആന ഇറങ്ങി വന്നു സാർ. 3 ആനകൾ, ഒരു കുടുംബത്തിൽപ്പെട്ടതാണോ എന്നറിയില്ല. 3 കൊമ്പനാനകളാണ് സാർ. 3 കൊമ്പനാനകൾ ഏതാണ്ട് ഉദ്ദേശം 35-40 കിലോമീറ്ററോളം ഇന്ന് വന അതിർത്തിയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സാർ കഴിഞ്ഞ 3 ദിവസമായിട്ട്. അതിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള വലിയ പരിശ്രമമാണ് സാർ വനം വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി നടത്തി വരുന്നത് സാർ. സാറേ, ഏതായാലും ഇതുവരെ ആ ആനകൾ മനുഷ്യരെ ഉപദ്രവിച്ചില്ല. ഈ വന്ന് നിൽക്കുന്ന ആനകൾ നാട്ടിലിറങ്ങി ദിവസം ഇത്രയായിട്ടും രാഷ്ട്രീയ പാർട്ടികളിലൊന്നും ചേരാത്തത് കൊണ്ടായിരിക്കാം അവർ മനുഷ്യരെ ഉപദ്രവിക്കാത്തത്. രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവില്ലല്ലോ. എന്നാൽ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്, ഒരു വീടിന് നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ജനങ്ങൾ സംഭീതരാണ്. എല്ലാ വനം വകുപ്പിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവയെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇന്നുകൂടെ പരിശ്രമിക്കും സാർ. ഈ 3 ആനകൾ ഒന്നിച്ചുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് വെടിവെച്ച് അതിനെ പിടിക്കുന്നതിനുള്ള ശ്രമം തന്നെ വളരെ റിസ്ക്കിയാണ് എന്നാണ് ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ പറയുന്നത്. ഏതായാലും കേരളത്തിലാകെ 2 പിങ്കി ആനകളാണ് ഉള്ളത്. കുങ്കിയാന, പിങ്കിയല്ല കുങ്കി. ആ കുങ്കിയാനകളെ അവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 പിങ്കി ആനകളെ കൂടെ കൊണ്ടുവരുന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയെ കൊണ്ട് ഇവയെ തിരിച്ചു കാട്ടിലേക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതി മോശമാകുമെന്ന് കണ്ടാൽ മറ്റ് നടപടി നമുക്ക് സ്വീകരിക്കേണ്ടി വരും സാർ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പോലീസും അതുപോലെ റവന്യൂ അധികാരികളും എല്ലാ സ്ഥലത്ത് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുകയാണ് സാർ. ജനങ്ങൾ ധാരാളമായി തെങ്ങിക്കൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം. ഈ ആനകൾക്ക് തിരിച്ചു വന്ന വഴി കണ്ടുപിടിച്ച് തിരിച്ചു പോകണം. ആന സാധാരണ വന്നിട്ട് വേറെ ഏതെങ്കിലും വഴി പോവില്ല. അവർ ഇറങ്ങി വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകാൻ കഴിയണം. അതിന് കഴിയാത്ത തരത്തിൽ അവിടെ ആളുകൾ അന്തരം മുതൽ ചാനലുകാരും ആയിരക്കണക്കിന് ആളുകളും കൂടി നിൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതൊരു തടസ്സമായിട്ട്
വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെയാണ് കാട്ടാനകളും എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ലൈനിൽ മുന്നോട്ട് പോയാൽ അതേ ലൈനിൽ തന്നെ പിന്നോട്ടും പോരുമെന്ന് പണ്ട് ഒ വി വിജയൻ പറഞ്ഞിട്ടുണ്ട്. കാട്ടാനകളും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് പൊളിമിക്സ് രംഗം വിടുകയാണ്. നന്ദി, നമസ്കാരം.